പാക് അഫ്ഗാൻ അതിർത്തിയിൽ യുദ്ധസമാനമാണ് സാഹചര്യം. അഫ്ഗാനിലെ സർക്കാരിനെ തകർത്ത് ഭരണം പിടിക്കാൻ ഒന്നിച്ചു നിന്നവർ തന്നെ ഇന്ന് തമ്മിൽ തല്ലുന്നു. താലിബാൻ ഭീകരവാദികളുടെ അഴിഞ്ഞാട്ടം പരിധി വിട്ടതോടെ പാക് സർക്കാർ ഭീകര ക്യാമ്പുകൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതാണ് സ്ഥിതിഗതികൾ വഷളാക്കിയത്. അഫ്ഗാൻ സേനയെ തകർത്ത് ഭരണം പിടിക്കാൻ ഒന്നിച്ചു നിന്നവരാണ് താലിബാൻ ഭീകരരും പാകിസ്ഥാൻ സേനയും. ആഗോളതലത്തിൽ താലിബാന് അംഗീകാരം ലഭിക്കാൻ പ്രയത്നിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. എന്നാൽ ഇന്ന് ഇരുവരും ശത്രുപക്ഷത്താണ്. യുദ്ധസമാനമായ സാഹചര്യമാണ് അഫ്ഗാൻ പാക് അതിർത്തിയിൽ നിലനിൽക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ശക്തമായ ഏറ്റുമുട്ടലാണ് തുടരുന്നത്. പാകിസ്ഥാൻ അതിർത്തി കടന്നുകയറിയ താലിബാൻ ഭീകരർ നിരവധി പ്രദേശങ്ങൾ കൈയടക്കി. ആക്രമണം നടന്നതായി പാകിസ്ഥാൻ സൈന്യം സ്ഥിരീകരിക്കുന്നുണ്ട്. വൻതോതിൽ സേനാ മുന്നേറ്റം നടക്കുന്നതായും പാകിസ്ഥാൻ സൈന്യം അറിയിച്ചു. ദീർഘനാളായി അഫ്ഗാനിസ്ഥാനുമായി തർക്കത്തിലിരിക്കുന്ന അതിർത്തിയാണ് താലിബാൻ ലംഘിച്ചത്. താലിബാനെതിരെ നടന്ന ആക്രമണത്തിൽ 15 ഭീകരർ കൊല്ലപ്പെട്ടതായാണ് പാകിസ്ഥാൻ അറിയിക്കുന്നത്. 2 താലിബാൻ ഗ്രൂപ്പുകളെയാണ് പാകിസ്ഥാൻ ഇന്ന് നേരിടുന്നത്. ഒരു വശത്ത് അഫ്ഗാനിലെ താലിബാൻ സേനയും മറുവശത്ത് ഭീകര ഗ്രൂപ്പായ തെഹ്രീക്ക് എ താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടനയും. പാക് സർക്കാരിനെതിരെ സായുധ പോരാട്ടം നടത്തുന്ന സംഘടനയാണ് TTP. അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് സംഘടന പ്രവർത്തിക്കുന്നത്. പാക് സുരക്ഷാ സേനയ്ക്കെതിരായ മാരകമായ ആക്രമണങ്ങൾ നടത്തുന്ന TTP ഭീകരവാദികൾക്ക് താലിബാൻ അഭയം നൽകുന്നതായി പാകിസ്ഥാൻ പണ്ടേ ആരോപിച്ചിരുന്നു. അതേസമയം പാക് സൈന്യത്തെ തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ലെന്ന് താലിബാൻ വിശദീകരിക്കുന്നു. അതിർത്തിയിലെ മറ്റ് ദുഷ്ടശക്തികൾക്കെതിരെയായിരുന്നു തങ്ങളുടെ ആക്രമണമെന്നും താലിബാൻ പറയുന്നു. പാകിസ്ഥാനിലെ താലിബാൻ ആക്രമണത്തിൽ ചൈനീസ് പൗരന്മാർ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. TTPയുടെ തീവ്രവാദ പരിശീലന ക്യാമ്പ് തകർക്കാൻ ലക്ഷ്യമിട്ട് പാക് സർക്കാർ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ ശക്തമായ ബോംബാക്രമണം നടത്തിയിരുന്നു. പാക് സേനയുടെ ഈ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 46 പേർ കൊല്ലപ്പെട്ടു. ഈ സംഭവത്തിൽ പ്രകോപിതരായതോടെയാണ് താലിബാൻ ഖൈബർ പക്തൂൺഖയിൽ സേനാ വിന്യാസം നടത്തിയത്. ഏകദേശം 15,000 താലിബാൻ ഭീകരർ പാകിസ്ഥാൻ അതിർത്തി പ്രവിശ്യയായ ഖൈബർ പക്തൂൺഖയിലേക്ക് മാർച്ച് നടത്തിയതായാണ് റിപ്പോർട്ട്. തുടർന്ന് അതിർത്തിയിൽ താലിബാൻ സേനയും പാക് സേനയും തമ്മിൽ കനത്ത വെടിവയ്പുണ്ടായി. ദണ്ഡേ പട്ടാൻ കുറം അതിർത്തിയിൽ പാക് സൈന്യത്തിന്റെ പോസ്റ്റുകൾക്ക് നേരെ അഫ്ഗാൻ സൈന്യം വെടിവയ്പ് നടത്തുകയായിരുന്നു. ഒരു പാക് സൈനികൻ കൊല്ലപ്പെട്ടു, 9 പേർക്ക് പരിക്കേറ്റു. പാകിസ്ഥാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ 3 അഫ്ഗാൻ സൈനികരും കൊല്ലപ്പെട്ടു. 19 പാക് സൈനികർ കൊല്ലപ്പെട്ടെന്നും അഫ്ഗാൻ സേന 2 പാക് സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. അഫ്ഗാനുമായുള്ള പക്തിയ അതിർത്തിയിലും ഏറ്റുമുട്ടലുണ്ടായെന്ന് പാകിസ്ഥാൻ പറയുന്നു. പാകിസ്ഥാന്റെ നിരവധി പട്ടാള പോസ്റ്റുകൾ താലിബാൻ ഭീകരസേന തകർത്തു. പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടിയായാണ് അഫ്ഗാന്റെ ആക്രമണം. 2021 മുതൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായി വരികയാണ്. അഫ്ഗാനിസ്ഥാനിൽ പരിശീലനം നേടിയ പാക് താലിബാൻ ഭീകരർ നുഴഞ്ഞുകയറി വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതായാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. മേഖലയിൽ അസ്ഥിരത വർദ്ധിക്കുന്ന സമയത്താണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും ശത്രുത ഉടലെടുത്തത്. സമീപമാസങ്ങളിൽ അതിർത്തി കടന്നുള്ള അക്രമം വർദ്ധിക്കുകയാണ്. ഇരുപക്ഷവും പ്രകോപനങ്ങളും ലംഘനങ്ങളും ആരോപിക്കുന്നു. വർദ്ധിച്ചുവരുന്ന സൈനിക നടപടികൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ വഷളാക്കുമെന്നും സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. അതിർത്തിയിലെ സ്ഥിതിഗതികൾ സംഘർഷഭരിതമായി തുടരുകയാണ്.